എല്ലാ തക്കാളി ചെടിയും മാറ്റി നട്ട് നല്ലോണം നനച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ഈ രണ്ട് തക്കാളി ചെടി തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് വാങ്ങിയ അഗ്രോ സെൻറ്ററിലെ വളങ്ങളൊക്കെ ഈ ചെടികളിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ വളർച്ചയിലെ ഡിഫറൻസ്. ഇത് നമ്മൾ നേരത്തെ നട്ടിരുന്ന തക്കാളി ചെടിയാണ്. ഇതിലൊക്കെ വളങ്ങളുടെ കുറവ് കൊണ്ടാണ് കായ്ക്കയിലും ചെടിക്കൊക്കെ ഒരു വളർച്ച കമ്മി. ഇതന്ന് നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കാൻ വെച്ച മണ്ണ് ബാലൻസ് വന്നതാണ്. അപ്പോൾ നമുക്കത് കുറച്ചായിട്ട് എല്ലാ ചെടിയിലും ഇട്ട് കൊടുക്കുക. ഇതിലാകുമ്പോൾ മണ്ണും ഉണ്ട്, ചാണകപ്പൊടിയുണ്ട്, എല്ലാ വളങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിക്സാണ്. ഈ മിക്സിൻ്റെ വീഡിയോ നേരത്തെ കണ്ടവർക്ക് അറിയാം. ഏകദേശം 1 കപ്പ് അളവിൽ എല്ലാ ചെടികളും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇലകളിലൊന്നും ആവരുത്. ചെടികളുടെ ഇടയിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും ഈ സോങ്ങ് കേൾക്കാറ്. കാരണം ഇതൊരു വല്ലാത്തൊരു മോട്ടിവേഷൻ സോങ്ങാണ്. സോങ് മാത്രമല്ല, ആ സിനിമയായാലും. അപ്പോൾ ചെടികളുടെ കാര്യത്തിൽ പറയുമ്പം ഇലകളിലൊന്നും ആകാതെയും പിന്നെ നേരിട്ട് തണ്ടിൽ പെടാതെ ചുറ്റും ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി കൊടുത്ത് മസ്റ്റായിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതും നമ്മൾ മാറ്റി നട്ടിരുന്ന തക്കാളി ചെടിയായിരുന്നു. പക്ഷേ ഇതിലൊരു വലിയ തക്കാളി ചെടിൻ്റെ ചോട്ടിൽ ഞാൻ നട്ടതുകൊണ്ട് അതിന് വളർച്ച ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ മിക്സ് ഞാൻ എല്ലാ ചെടികളിലും ഇടാൻ ശ്രമിച്ചിട്ടുണ്ട്. തക്കാളി ചെടിക്ക് മാത്രമല്ല, വഴുതനങ്ങിലും മുളക് തൈയാലും മറ്റേതിൽ എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വഴുതന തൈ ഓർമ്മയുണ്ടോ? ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് മുളപ്പിച്ചെടുത്ത തൈകളാണ്. അത്യാവശ്യം വളർച്ച ഉള്ളതുകൊണ്ട് നിർത്തിയതാണ്. കുറേ തൈകളൊക്കെ മുരടിച്ച് പോയതുകൊണ്ട് അതൊക്കെ ഞാൻ പറിച്ചെറിഞ്ഞു. ഒരേ ഒരു ഡ്രാഗൺ ഫ്രൂട്ടേ പിടിച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാത്തിലും വളങ്ങൾ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ വളങ്ങൾ ഇട്ട ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ.